ആദ്യം അരുൺ പാറയ്ക്കലിലേക്കാണ്. അരുൺ പാറയ്ക്കൽ, ഇപ്പോൾ മംഗലാപുരത്ത് ചില ജീവനക്കാർ ചികിത്സയിലുണ്ട്. അതിൽ തന്നെ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ, പുതിയ വിശദാംശങ്ങൾ? റിജിത്ത്, അല്പസമയം മുൻപാണ് ഈ AJ ആശുപത്രിയിലെ ഡോക്ടർ, ഈ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേശ് കദം, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ആ ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരാണ് ഇപ്പോൾ നിലവിൽ ICUവിൽ തുടരുന്നത്. അതിൽ ചൈനീസ് പൗരന് 40% പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട്. ഇന്തോനേഷ്യൻ പൗരനാണ് മറ്റൊരാളുള്ളത് ICUവിൽ കഴിയുന്നത്. അദ്ദേഹത്തിന് 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിന് കാരണമെന്ന് പറയുന്നത് അവർ ഈ ഗ്യാസ് പോലുള്ള ഒരു വാതകം അത് ഉള്ളിലേക്ക് ശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ആന്തരിക അവയവങ്ങൾക്ക് പരിക്കേറ്റിട്ടുള്ളത്. അവരുടെ ആരോഗ്യനില ഇപ്പം നിലവിൽ തൃപ്തികരമാണ്. അവർ വെള്ളം കുടിച്ചിട്ടുണ്ട്, ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. ഇരുവരും മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്നും ഡോക്ടർ പറയുന്നുണ്ട്. പക്ഷേ 72 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ ഇരുവർക്കും നിരീക്ഷണ സമയം വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. രണ്ടുപേരുടെയും കാര്യത്തിൽ അപകടനില പൂർണ്ണമായും തരണം ചെയ്തു എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നും ഡോക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ രണ്ടുപേർക്കും ശ്വാസകോശത്തിലേറ്റ പൊള്ളലാണ് അവർക്കുള്ള ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നത്. ബാക്കി 4 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിൽ ഒരാൾക്ക് മുഖത്ത് പൊള്ളലേറ്റിട്ടുണ്ട്. അദ്ദേഹം ഒബ്സർവേഷനിൽ കഴിയുകയാണ്. മറ്റ് 3 പേരെയും റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ നിന്ന് മോചിതമാക്കാം എന്നാണ് ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. ഈ ചികിത്സയിൽ കഴിയുന്ന 2 പേര്, ICUവിൽ കഴിയുന്ന 2 പേരുടെ ആരോഗ്യനില സംബന്ധിച്ചാണ് ചെറിയ തോതിലുള്ളൊരു ആശങ്കയ്ക്ക് ഇടവരുത്തുന്നത്. എന്തായാലും 72 മണിക്കൂർ മുതൽ ഒരാഴ്ച സമയം വരെയാണ് അവർക്കുള്ള ആ ഒരു നിരീക്ഷണ കാലയളവിൽ ഡോക്ടർ ഇപ്പോൾ പറയുന്നത്. അത് ഈ വിഷവാതകം ഉള്ളിലേക്ക് ശ്വസിച്ചത് കൊണ്ടാണ് ആ ഒരു ആന്തരിക അവയവങ്ങൾക്ക് പൊള്ളലേറ്റിരിക്കുന്നതെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ മറ്റുള്ള ആളുകൾക്ക് ആർക്കും ഇല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർ വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ കാണാതായ 4 പേരെ കുറിച്ചുള്ളൊരു ആശങ്കയാണ് പ്രധാനമായും ഉള്ളത്. യുബോങ് ഹോങ്, സാൻവിൻ, സൈനൽ ആബിദിൻ, ചിയാവൻ എന്നിങ്ങനെ 4 പേരാണ് അവരുടെ പേരുവിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് AJ ഗ്രാൻഡ് ഹോട്ടലിലാണ്. ആ ഹോട്ടലിൽ നേരത്തെ രാവിലെ ഈ കപ്പൽ ജീവനക്കാരൊക്കെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ക്യാപ്റ്റൻ്റെ ഉൾപ്പെടെ പ്രതികരണം തേടാൻ നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല. ഞങ്ങളിപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ കമ്പനി, അതായത് ഏജൻസി കമ്പനിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. ആ ഏജന്റ് അല്പസമയത്തിനകം തന്നെ ഈ ഹോട്ടലിലേക്ക് എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പ്രതികരണം അരുൺ പാറയ്ക്കൽ പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. 18 പേരെ, ഈ കപ്പലിലുണ്ടായിരുന്ന 18 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 2 പേരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. അവർ അപകടനില തരണം ചെയ്തു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.